ഹലോ ഗെയ്സ്, നാട്ടറിവിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ചുവന്ന അരളിപ്പൂവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ്. അരളിയുടെ വളരെ വിഷമുള്ള ഒരു ചെടിയാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളിലും മറ്റും പൂജയ്ക്ക് ഉപയോഗിക്കുന്ന അരളി. എന്തൊക്കെയാണ് ആ ചെടിയുടെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ചെടിയാണ് അരളി. ഈ ചെടിയുടെ പ്രത്യേകത ശാഖയോട് കൂടി വളരുന്ന സാധാരണ വലുപ്പത്തിലുള്ള ഒരു ചെടിയാണ് അരളി. ഈ ചെടിയുടെ തോൽ ചാര നിറത്തോട് കൂടിയതാണ്. ഇതിൻ്റെ ഇലകൾ രണ്ടറ്റവും കൂർത്ത് നടുഭാഗം വീതി കുറഞ്ഞതുമാണ്. 5 ഇതളോടുകൂടി പുഷ്പങ്ങൾ കുലകുലയായി പൂക്കുന്നതാണ് സാധാരണ ചെയ്യുന്നത്. ഇതിൽ കായകളും ഉണ്ടാകാറുണ്ട്. കായകൾ ഉണക്കുമ്പോൾ പുറന്തോടിന് തവിട്ട് നിറമാണ് ഉണ്ടായിരിക്കുക. അരളിച്ചെടിയുടെ തണ്ട് കടിച്ചു നോക്കുമ്പോൾ വെളുത്ത കറ ഊറി വരുന്നത് കാണാം. അരളി ചുവപ്പ്, മഞ്ഞ, വെള്ള എന്നീ നിറങ്ങളുള്ള വിവിധ തരം പൂക്കളും ഉണ്ടാകുന്നു. പൂക്കൾക്ക് പ്രത്യേക ഔഷധ ഗുണമില്ലെങ്കിലും ഹൈന്ദവ ആചാരങ്ങളിൽ ദേവിക്ക് ചാർത്താൻ ഉത്തമമായിട്ടുള്ളൊരു പുഷ്പമാണ് അരളി. ചുവന്ന അരളിയുടെ വിഷഭാഗങ്ങളും അതിൻ്റെ വിഷലക്ഷണങ്ങളോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചുവന്ന അരളിയുടെ ഇല, അതുപോലെ പട്ട, പൂവ്, വേര്, കായ് എന്നിവ വളരെ വിഷഭാഗങ്ങളാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കാരാബിൻ, നീരിയോഡോറിൻ എന്നിവ ഹൃദയ പ്രവർത്തനത്തെ മാരകമായി ബാധിക്കുന്ന വിഷങ്ങളാണ്. ഈ അരളി വിഷം ഉള്ളിൽ കടന്നാൽ തളർച്ചയും നാഡീ ദൗർബല്യവും അനുഭവപ്പെടുന്നു. ഹൃദയ ശ്വാസോച്ഛ്വാസ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും തൽഫലമായിട്ട് മരണം സംഭവിക്കുകയും ചെയ്യുന്നു. മരണത്തിന് മുമ്പ് തന്നെ ഛർദിയും വയറിളക്കവും ഉണ്ടാകുകയും വായിൽ നിന്ന് നുരയും പതയും പുറത്തു പോവുകയും ചെയ്യുന്ന ഈ സമയത്ത് ശ്വാസഗതി വളരെ വേഗത്തിലും ആകുന്നു. ചുവന്ന അരളിയുടെ സമൂലവും വിഷശക്തിയുള്ളതാണ്. ഇത് ഗർഭചിത്രത്തിന് ഭാഗ്യമായും അതുപോലെ ആന്തരികമായൊക്കെ ഉപയോഗിച്ചു വരുന്നു. ഈ അരളിയുടെ വേര് ഏകദേശം 17 ഗ്രാം ഉള്ളിൽ കടന്നാൽ മാരകമാകുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. ആധുനിക ശാസ്ത്രപ്രകാരം മോർഫിൻ, ഈതർ കുത്തിവച്ച് അരളി വിഷബാധമുണ്ടാകുന്ന വിഷലക്ഷണങ്ങൾ ഒഴിവാക്കുന്നു. കൂടാതെ ആമാശയക്ഷാളനവും ചെയ്യുന്നു. നാടൻ വിധിപ്രകാരം എരുമപ്പാലും തൈരും പഞ്ചസാരയും ചേർത്ത് കഴിക്കുകയും എരുമപ്പാലിൽ വെള്ളുരുക്കിൻ്റെ വേരിൻ്റെ പുറത്തെ തൊലി അരച്ച് പഞ്ചസാരയുമായി ചേർത്ത് കഴിക്കുകയോ, പശുവിൻ പാൽ പഞ്ചസാര ചേർത്ത് കഴിക്കുകയോ, പരുത്തിയുടെ പൂവ് പച്ചവെള്ളത്തിലിട്ട് നല്ലവണ്ണം ഞെരടി പിഴിഞ്ഞ് പഞ്ചസാരയുമായി ചേർത്ത് കഴിക്കുകയോ ചെയ്താൽ ഈ വിഷം ശമിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അരളിച്ചെടിയുടെ വിഷവകമായിട്ടുള്ള കാര്യങ്ങൾ. ഈ അറിവ് ഇഷ്ടമായാൽ ദയവായി ഉള്ളവർക്കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും